ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മോർണിംഗ് എഴുന്നേറ്റിട്ടുണ്ട്. കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീച്ചത്. ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണേ. അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്കൊരു സ്ഥലം വരെ പോകാനും ഉണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ബ്രഷിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ കുറച്ചൊന്ന് ഉറങ്ങിപ്പോയി. ലൈറ്റൊക്കെ വന്നിട്ട് വെളിച്ചമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് മുഖമൊക്കെ കഴുകുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താക്കാം, നമുക്ക് ചായ ഇടാൻ വിചാരിച്ച്. ഉമ്മയാണെങ്കിൽ എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതാ കിച്ചണിലോട്ടേക്ക് പോവാണ്. അപ്പോൾ എന്നിട്ട് പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ വിചാരിച്ച്. അപ്പോൾ അങ്ങനെ കിച്ചണിലോട്ട് എത്തിയിട്ടുണ്ട്. ഉറക്കമാണെങ്കിൽ ശരിയായിട്ടുമില്ല, പക്ഷേ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ എന്നിട്ട് ഇന്ന് ചായ ഉണ്ടാക്കാം കേട്ടോ. എനിക്കാണെങ്കിൽ എണീച്ചപാട് ചായയും കുടിക്കണം. അപ്പോൾ വേഗം ചായ ഇടാൻ വിചാരിച്ചു. പിന്നെ ആണെങ്കിൽ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ ഇട്ടിട്ട് നേരെ ക്ലീനിങ്ങിലേക്ക് പോയി. ആ ഒരു ഇതിലങ്ങ് ക്ലീനിങ്ങിലേക്ക് പോയി കേട്ടോ. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കാൻ വിചാരിച്ച്. അപ്പോൾ അതൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ പാത്രമൊക്കെ ഒന്ന് കഴിച്ചു. പിന്നെ ആ പ്ലേസ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ച്. അതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത്രയും ഓക്കെ ആയല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്യാൻ വിചാരിച്ച്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടോ. ചായയും പിന്നെ ഈ ഒരു ലൈറ്റിൻ്റെ പ്ലം കേക്കാണുള്ളത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് പ്ലം കേക്ക്. അപ്പോൾ അതൊക്കെ കിട്ടിയിട്ട് ഞാൻ ചായയൊക്കെ കുടിച്ചു. പിന്നെ ഞാനിതാ വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, അപ്പോൾ അതിനൊക്കെ വെള്ളം നനയ്ക്കണം. അപ്പോൾ കുറച്ച് ദിവസമായി നനച്ചിട്ട്. അപ്പോൾ ഇന്ന് നനച്ചു കൊടുക്കാൻ വിചാരിച്ചു. പിന്നെ നമ്മളെ ഹൈക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഹൈക്ക് മോർണിംഗ് എണീച്ചിട്ട് വരും. പിന്നെ ഒരു വിസിറ്റാണ് ഉള്ളിൽ കയറിയിട്ടൊക്കെ. എല്ലാ റൂമിലും പോയിട്ട് ഇങ്ങനെ വിസിറ്റ് ചെയ്തിട്ട് വരും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടിച്ചാലോ വിചാരിച്ചു. ഇപ്പോൾ മോർണിംഗ് എണീച്ചപ്പോൾ ഇത്രയും ചപ്പും ചോറും കിടക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈവനിങ് ആകുമ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാവും. പിന്നെ വേഗം ഒന്ന് ക്ലീൻ ആക്കി പിന്നെ കറിയൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ തലേന്നത്തെ കറിയായിരുന്നു. പിന്നെ ചപ്പാത്തി ഉണ്ട്, അത് ചൂടാക്കി പിന്നെ ആ കറിയും കൂടി എടുക്കാൻ വിചാരിച്ചു. പിന്നെ ഉച്ചക്കത്തേക്ക് ഞാൻ കോവക്ക വറവാക്കിയിട്ടുണ്ടായിനെ. പിന്നെ വിചാരിച്ചു അതെടുക്കാം. ഞാൻ പറഞ്ഞില്ല, കിട്ടിയ ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് കോംബോ ആക്കി തിന്നു. പിന്നെ പരിപ്പ് കറിയാണ്, അത് കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് കട്ടിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ അച്ചാർ എടുത്തിട്ടുള്ള നാരങ്ങ അച്ചാർ. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത്. അതിന് ശേഷം ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പാക്ക് ചെയ്യാനുള്ളതാണ്. പിന്നെ ആണെങ്കിൽ എൻ്റെ ഒരു മേക്കപ്പ് കിറ്റ് കാണിച്ചു തരാം. മൊത്തം അലങ്കോലായിട്ടുള്ളത്. അപ്പോൾ അത് ഫൗണ്ടേഷൻ ലിപ്സ്റ്റിക്കെല്ലാം ഫുൾ അങ്ങോട്ട് പരങ്ങി ഒരുമാതിരി ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുപോകാൻ. പിന്നെ ഇത് കഴുകി വാഷ് ചെയ്യാനുള്ള ടൈമില്ല. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് എല്ലാം ഒന്ന് തുടച്ച് വെക്കാൻ വിചാരിച്ചിട്ട് എല്ലാം പുറത്തെടുക്കലാട്ടോ. അപ്പോൾ എല്ലാവരും ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ആ ഒരു ഫൗണ്ടേഷനാണ് എല്ലാവരും ആയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ലിപ്സ്റ്റിക്ക് മൊത്തം പരങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് തുടക്കുന്നുണ്ട് കേട്ടോ, പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്കാണെങ്കിൽ ആ ഒരു ബാഗ് നമുക്ക് വാഷ് ചെയ്യാനുള്ള ടൈമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇത് പോയി വന്നിട്ട് വേണം നമുക്കൊന്ന് വൃത്തിക്കുന്നത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഉണങ്ങാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴിയുന്നത്ര ഒന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലൊക്കെ റിമൂവ് ആകുന്നുണ്ട്. പിന്നെ ആ ഒരു ക്ലോത്ത് ടൈപ്പിൽ ആ ഒരു ഏരിയയിലാണ്, അടുക്ക് ഏരിയയിലാണ് റിമൂവ് ആവാത്തത്. അപ്പോൾ ഏകദേശം ഒന്ന് തുടച്ച് ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിലേക്ക് തന്നെ പ്രൊഡക്ട്സ് ഞാൻ ഇട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മേക്കപ്പ് കിറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യണം. അപ്പോൾ എവിടെ പോകുന്നത് എന്താ സംഭവം എന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ചിൻ്റെ ടൈമായിട്ടാണ്. ചോറും കോവയ്ക്ക വറവും പിന്നെ മുട്ട പൊരിച്ചതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അച്ചാറും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ആയപ്പോൾ കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ അതൊക്കെ വാങ്ങി. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വീഡിയോ ഞാൻ നാട്ടിലെത്തിയിട്ട് ചെയ്യാട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ പുറപ്പെട്ടാലേ വേഗം ഇവിടെ എത്തത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ വേഗം ഇറങ്ങിയിട്ടോ. എന്നിട്ട് അങ്ങനെ ബസ്സൊക്കെ കയറി. ബസ്സാണെങ്കിൽ അവിടെ നിന്ന് കുറച്ച് കിട്ടാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കയറിയിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. സംഭവം ഈവനിങ് വിട്ടിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ അടുത്തുമ്പോഴത്തേക്ക് രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ രാത്രി ആയപ്പോട്ട് അവിടെ എത്തുന്നത് കുറച്ച് എല്ലായിടത്തും ലാഗ് ഉണ്ടായിരുന്നു ബസ്. അങ്ങനെ എന്താ പറയുക, വലിയ ടയർഡും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പം പോയി ശീലമായതുകൊണ്ട് അത്ര പ്രശ്നമില്ല. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ ഉപ്പാൻ്റെ അടുത്താട്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ആ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അടുത്തി ഓക്കെയാണ്, വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അടുത്തി കുറച്ച് എല്ലാവരോടും സംസാരിച്ചിരുന്ന്
എന്താ പറയുക എന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വാട്ടർ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. കുറച്ച് സമയം ഒന്ന് ബോറൊക്കെ അടിച്ചായിരുന്നു, പ്രശ്നമില്ല. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.